വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം ഷേക്സ്പിയറിന്റെ ഒഥല്ലോ എന്ന ട്രാജിക് ഡ്രാമയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. 5 ആക്ട് പ്ലേ ആയിട്ടുള്ള ഒഥല്ലോയുടെ സമ്മറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിലെ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വരുന്നതാണ് ഒഥല്ലോ. ഈ കഥയിലെ ഹീറോ ആണ് ഒഥല്ലോ. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് ഡെസ്റ്റിമോണ. ഒഥല്ലോയുടെ വൈഫാണ് ഡെസ്റ്റിമോണ. പിന്നെ വരുന്ന ക്യാരക്ടറാണ് ബെർബാൻഷോ. ഡെസ്റ്റിമോണയുടെ ഫാദർ ആണ് ബെർബാൻഷോ. പിന്നെ വരുന്ന ഒരു ക്യാരക്ടറാണ് റോഡ്രിഗോ. ഈ റോഡ്രിഗോ ഡെസ്റ്റിമോണയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ആ സമയത്താണ് ഒഥല്ലോ ഡെസ്റ്റിമോണയെ വിവാഹം കഴിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ റോഡ്രിഗോക്ക് ഒഥല്ലോയെ വെറുപ്പായിരുന്നു. ഇനി വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ഇയാഗോ എന്ന് പറയുന്നത്. ഈ ഇയാഗോ ആണ് ഒഥല്ലോ എന്ന ഡ്രാമയിലെ വില്ലൻ. ഹി പ്ലോട്ട്സ് അഗെയിൻസ്റ്റ് ഒഥല്ലോ ത്രൂ ഔട്ട് ദ സ്റ്റോറി. ഇനി വരുന്ന നെക്സ്റ്റ് ക്യാരക്ടറാണ് എമിലി. ഇയാഗോയുടെ വൈഫാണ് ആൻഡ് ഷീ ഈസ് എ സെർവന്റ് ആൻഡ് എ ഗുഡ് ഫ്രണ്ട് ടു ഡെസ്റ്റിമോണ. നെക്സ്റ്റ് വരുന്ന ഒരു ക്യാരക്ടറാണ് മൈക്കിൾ കാസിയോ. ഹി വർക്ക്സ് ഫോർ ഒഥല്ലോ. ഒഥല്ലോയുടെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വസ്തനായ സൈനികനാണ് കാസിയോ. സോ ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് ഈ ക്യാരക്ടേഴ്സിനെയും അവർ തമ്മിലുള്ള റിലേഷൻസും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Now let's get into the topic. ഒഥല്ലോ എന്ന നാടകം തുടങ്ങുന്നത് വെനീസ് എന്ന നഗരത്തിലാണ്. നാടകത്തിലെ വില്ലനായ ഇയാഗോയും റോഡ്രിഗോയും തമ്മിലുള്ള സംഭാഷണത്തോടെയാണ് കഥ ആരംഭിക്കുന്നത്. ഈ റോഡ്രിഗോ എന്നയാൾ ഡെസ്റ്റിമോണയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് ഒഥല്ലോ ഡെസ്റ്റിമോണയെ വിവാഹം കഴിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ റോഡ്രിഗോക്ക് ഒഥല്ലോയെ ഇഷ്ടമല്ലായിരുന്നു. ആക്ട് 1-ൽ ഇയാഗോ തനിക്ക് ഒഥല്ലോയോടുള്ള വെറുപ്പ് വ്യക്തമാക്കുകയാണ്. നല്ല സുഹൃത്തായിട്ട് പോലും ഒഥല്ലോ കാസിയോയെ ഉപനേതാവായി തിരഞ്ഞെടുക്കുന്നു. ഇത് ഇയാഗോയെ ചൊടിപ്പിക്കുന്നു. അങ്ങനെ ഒഥല്ലോയെ ഇല്ലാതാക്കാൻ ഇയാഗോയും റോഡ്രിഗോയും ഒന്നിക്കുകയാണ്. ഇയാഗോയും റോഡ്രിഗോയും ഡെസ്റ്റിമോണയുടെ പിതാവായ ബെർബാൻഷോയോട് അവരുടെ മകളുടെ രഹസ്യ വിവാഹത്തെ കുറിച്ച് വിവരം അറിയിക്കുന്നു. ഒഥല്ലോയാണ് ഡെസ്റ്റിമോണയുടെ ഭർത്താവ്. വെനീസിലെ സൈനിക തലവനാണ് ഒഥല്ലോ. ഒരു കറുത്ത മോർ വംശത്തിൽപ്പെട്ടവനായിരുന്നു. ഡെസ്റ്റിമോണയാണെങ്കിലോ വെളുത്ത സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിവാഹം അച്ഛന് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. മന്ത്രവാദത്തിലൂടെയാണ് ഒഥല്ലോ തന്റെ മകളെ വശീകരിച്ചതെന്ന് ബെർബാൻഷോ ഡ്യൂക്കിനോട് കംപ്ലൈന്റ് പറയുന്നു. എന്നാൽ ഡെസ്റ്റിമോണ ഒഥല്ലോയോടുള്ള സ്നേഹം പരസ്യമാക്കുന്നു. ഇതോടെ ഡ്യൂക്ക് അവർക്ക് അനുകൂലമായി വിധി പറയുന്നു. അങ്ങനെ ഇരിക്കെ ഡ്യൂക്ക് ടർക്കിയുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഒഥല്ലോയെ സൈപ്രസിലോട്ട് അയക്കുന്നു. സൈപ്രസിൽ എത്തിയ ശേഷം ഇയാഗോ ഒഥല്ലോയുടെ മനസ്സിൽ അസൂയയും സംശയവും വിതക്കാൻ തുടങ്ങുന്നു. ഡെസ്റ്റിമോണയും കാസിയോയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ഇയാഗോയുടെ പ്ലാൻ. അങ്ങനെ ഇരിക്കെ ഇയാഗോയുടെ പ്ലാൻ പ്രകാരം ഒരു കലഹത്തിൽ കാസിയോക്ക് ജോലി നഷ്ടപ്പെടുന്നു. ജോലി തിരിച്ചു ലഭിക്കാൻ നീ ഡെസ്റ്റിമോണയുടെ സഹായം തേടണമെന്ന് ഇയാഗോ കാസിയോയെ ഉപദേശിക്കുന്നു. ഇതോടെ കഥയിൽ കൂടുതൽ വഞ്ചനക്ക് അരങ്ങൊരുങ്ങുന്നു. ഇയാഗോ തന്റെ ഭാര്യ എമിലിയോട് ഡെസ്റ്റിമോണയ്ക്ക് വിവാഹ സമ്മാനമായി ഒഥല്ലോ നൽകിയ തൂവാല എടുത്തു നൽകാൻ ആവശ്യപ്പെടുന്നു. എന്തിനാണെന്ന് പോലും അറിയാതെ പറഞ്ഞപടി തൂവാല എമിലി എടുത്തു കൊടുക്കുന്നു. ഇയാഗോ ഇത് കൊണ്ടുപോയി കാസിയോയുടെ റൂമിൽ വിരിക്കുന്നു. കാസിയോയുടെ മുറിയിൽ ഇത് കണ്ടതും ഒഥല്ലോയുടെ സംശയം ഇരട്ടിയായി. ഇതേ സമയം കാസിയോയുടെ അഭ്യർത്ഥന പ്രകാരം കാസിയോയുടെ സ്ഥാനം തിരിച്ചു നൽകണമെന്ന് ഡെസ്റ്റിമോണ ഒഥല്ലോയോട് ആവശ്യപ്പെടുന്നു. ഇതും കൂടി കേട്ടപ്പോൾ സംശയങ്ങളെല്ലാം സത്യമാണെന്ന് ഒഥല്ലോക്ക് തോന്നി. അവിടുന്ന് അങ്ങോട്ട് ഡെസ്റ്റിമോണ പറയുന്നതൊന്നും കേൾക്കാൻ ഒഥല്ലോ തയ്യാറായിരുന്നില്ല. അത്രക്കുണ്ടായിരുന്നു ഒഥല്ലോയുടെ സംശയത്തിന്റെ ആഴം. അതേസമയം കാസിയോയെ കൊല്ലാൻ റോഡ്രിഗോ ഇയാഗോയെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ നാടകത്തിന്റെ അവസാനം റോഡ്രിഗോ കൃത്യത്തിൽ പരാജയപ്പെടുന്നു. ചെറിയ പരുക്കുകളോടെ കാസിയോ രക്ഷപ്പെടുകയാണ്. എന്നാൽ അവസാനം രഹസ്യങ്ങൾ മറച്ചുവെക്കാൻ ഇയാഗോ റോഡ്രിഗോയെ കൊല്ലുകയാണ്. ഇതേ സമയം ഡെസ്റ്റിമോണ ചതിച്ചെന്ന് വിശ്വസിച്ച് ഒഥല്ലോ അവന്റെ പ്രിയതമയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ്. നാടകത്തിന്റെ അവസാനം ഇയാഗോയുടെ ഭാര്യ എമിലി ശരിയായ കഥ വെളിപ്പെടുത്തുന്നു. എല്ലാം ഇയാഗോയുടെ പ്ലാൻ ആയിരുന്നു എന്ന് തെളിയുന്നു. അപ്പോഴേക്കും ഒഥല്ലോ തന്റെ പിഴവ് മനസ്സിലാക്കി ആത്മഹത്യ ചെയ്തിരുന്നു. കഥയുടെ അവസാനം ഇയാഗോ പിടിക്കപ്പെടുകയും കാസിയോക്ക് അവന് അർഹമായ സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്നു. സോ ഇതാണ് ഒഥല്ലോ എന്ന ട്രാജിക് ഡ്രാമയുടെ ഷോർട്ട് സമ്മറി. ഇനി നമുക്ക് ഇതിലെ മെയിൻ തീംസ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ജലസി, മാനിപ്പുലേഷൻ, ലവ്, ട്രസ്റ്റ്, പ്രജുഡീസ്, റിവെഞ്ച്, പവർ ആൻഡ് ആംബിഷൻ. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് തീംസ് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒഥല്ലോ എന്ന ട്രാജിക് ഡ്രാമയെ കുറിച്ചിട്ട് ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഇറ്റ് ഡൗൺ. സോ നൗ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേയ്സ് വീഡിയോ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.